നിങ്ങൾ എന്ത് ഓർഡർ കിട്ടിയാലും ഏത് ഓർഡർ കിട്ടിയാലും എടുക്കുന്ന ഒരു വ്യക്തിയാണോ? അതായത് 100 രൂപയുടെ ഓർഡർ ആയാലും ശരി, 1,00,000 രൂപയുടെ ഓർഡർ ആയാലും ശരി, 1,00,00,000 രൂപയുടെ ഓർഡർ ആയാലും ശരി, ഒരു ഓർഡറും ഞാൻ കളയില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് അറിയാം. അതൊരു ഭയങ്കര പ്രൈഡായിട്ടാണ് പറയുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 100 രൂപയുടെ ഓർഡറിനും ഈ 10,000 രൂപയുടെ ഓർഡറിനും 1,00,00,000 രൂപയുടെ ഓർഡർ ആയാലും അതിനെല്ലാം നിങ്ങളുടെ ഒരുപോലെയുള്ള ശ്രദ്ധ തന്നെ ആവശ്യം വരും. നിങ്ങൾ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. 1,00,00,000 രൂപയുടെ ശ്രദ്ധിക്കേണ്ട അവിടെ നിങ്ങൾ 100 രൂപയുടെ ശ്രദ്ധ അതേപോലെ തന്നെ ചെയ്തു വരികയാണെങ്കിൽ എത്രമാത്രം സമയം നിങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം ലാഭം നിങ്ങൾക്ക് കുറയുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ 1,00,000 രൂപയുടെ ഓർഡർ അല്ലെങ്കിൽ വലിയ വലിയ ഓർഡറുകൾ മാത്രമാണ് എടുക്കാൻ പോകുന്നത്, അല്ല ചെറിയ കുറേ ഓർഡറുകളാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾ എത്രമാത്രം വലിയ ഓർഡറുകൾ എടുക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടും. പക്ഷേ ചെറിയ ഓർഡറുകൾ കൂടുതൽ എടുക്കും തോറും നിങ്ങൾക്ക് നഷ്ടം കൂടാനുള്ള സാധ്യതയാണ് അധികം, അല്ലേ? അപ്പോൾ നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി അഫക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഓർഡറുകൾ അവോയ്ഡ് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റബിലിറ്റി തരുന്ന വലിയ ഓർഡറുകൾക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ടെൻഷനും കുറയും, നിങ്ങളുടെ പ്രോഫിറ്റും കൂടും. ശരിയല്ലേ?